ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പോൾ ഇന്ന് കൃഷ്ണാഷ്ടമിയായിട്ട് ഞാൻ ഇന്ന് ഭഗവാനെ നേദിക്കാനായിട്ട് അപ്പവും പാൽപ്പായസവും ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ടോ. കുട്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ ഉറിയടി ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ആയിട്ട്. അതിനായിട്ട് അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഉറിയും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം കുറച്ചുകൂടെ സമയം എടുക്കും. അത് കാരണം ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി നമുക്ക് ഭഗവാനെ നേദിക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ്, അതിനൊരു 1/4 ഭാഗം അരിയാണ് കേട്ടോ എടുത്തത്. അത് 3-4 മണിക്കൂർ കുതിർത്ത ശേഷം ഞാൻ അത് ഒരു മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു പഴം ഇട്ടിട്ടുണ്ട്, പിന്നെ അതിന് ശർക്കര നല്ല ഉരുക്കി അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പം നമ്മളത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരക്കൊത്ത് വറുത്തിടണം. അതിനായിട്ട് ഞാൻ നാളികേര കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നെയ്യിൽ ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. ചില സമയത്ത് ഇതുപോലെ അരിക്ക് പകരം നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പെട്ടെന്ന് ചായക്കൊക്കെ ഒരു കടി വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് അരിക്ക് പകരം ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ ഇങ്ങനെ ഇതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് മിക്സിയിൽ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ എള്ളും കൂടി ഇതിൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷേ നേദിക്കാനാണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലായിട്ട്, ഈ ഒരു സിമ്പിൾ രീതിയിലാണ്. അരിയും ജസ്റ്റ് പഴവും ശർക്കരയും നമ്മുടെ ഈ തേങ്ങാക്കൊത്തും മാത്രം, കുറച്ച് നെയ്യ് ഒഴിക്കും വേണമെങ്കിൽ. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ നെയ്യ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ നെയ്യ് ഒഴിച്ചില്ല. ഇനി നമുക്ക് അപ്പക്കാര നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരുമ്പിൻ്റെ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാനത് കുറച്ച് മാവല്ല ഉള്ളൂ. അപ്പം ഞാൻ 3 കള്ളിയിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നിറയുമ്പം അടുത്ത കള്ളിയിലേക്ക് കുറേശ്ശെ വീഴും. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതിലില്ലെങ്കിൽ ഇങ്ങനെ കോരി ഒഴിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ എല്ലാം കൂടി ഇതിപ്പോൾ 7 കുഴിയുള്ള ഒരു അപ്പക്കാരയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഫുൾ ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴിയും. പക്ഷേ നമുക്ക് അത്രയും എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് 3 കുഴിയിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ആ മാവ് അരച്ചിട്ടൊരു 3 മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഉണ്ടാക്കണത്. പെട്ടെന്നല്ല കേട്ടോ ഉണ്ടാക്കണത്. ഒരു 3 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. ഇതേ രീതിയിൽ എല്ലാ മാവും കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ ക്ഷേത്രത്തിലും ഇന്ന് അപ്പം നേദിക്കും കേട്ടോ. ഭഗവാൻ നേദിക്കും. ഉണ്ണിക്കണ്ണന് പ്രിയപ്പെട്ട അപ്പം നേദിക്കും കേട്ടോ. പക്ഷേ എല്ലാം ഇന്ന് അർദ്ധരാത്രി 12 മണിക്കാണ് നേദിക്കുക. അപ്പം നമ്മൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് കിട്ടും, അല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പക്ഷേ രാവിലെ തന്നെ ഉണ്ണിയപ്പവും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി ഭഗവാനെ നേദിച്ചു കേട്ടോ. അപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കിയത് ഇടുന്നത്. അപ്പോൾ കുറച്ച് എന്തെങ്കിലും വെളിച്ചെണ്ണയുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് സക്ക് ചെയ്തോളുമല്ലോ. ഇപ്പം നമ്മൾ അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട പാൽപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അതും കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഒരു പിടി, ശരിക്കും പറഞ്ഞാൽ ഒരു പിടി അരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കുക്കറിലിട്ട് ഒരു 3 വിസിൽ. കുഞ്ഞ് പായസരിയുണ്ട്, കുഞ്ഞു പൊടിയരി മാതിരി ഉണക്കലരിയുടെ കുഞ്ഞരിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തേക്കണത്. അത് ഞാനൊരു 3 വിസിൽ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഒരു 3/4 വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് ആ പാലിൽ കിടന്ന് ആ ബാക്കിയുള്ള വേവും കൂടെ ഫുള്ളായിട്ടൊന്ന് അരിയൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തവി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ആ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് ആ പഞ്ചസാരയൊക്കെ അരിയിൽ പിടിച്ച് ആ പാലും ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി കേട്ടോ. ഇപ്പോൾ അതേ നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ അരിയിൽ പിടിച്ചിട്ടുണ്ട്. ആ പായസം ജസ്റ്റ് ആ പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഈ പാൽപ്പായസത്തിൽ ഏലക്ക, നെയ്യ് ഒന്നും ഒഴിക്കില്ല കേട്ടോ. ഈ ഒരു 3 ഐറ്റമേ ഉണ്ടാവുള്ളൂ. പാല്, അരി, പഞ്ചസാര, ഈ 3 ഐറ്റം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളിന് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പവും പാൽപ്പായസവും ഒക്കെ നേദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 വിഭവങ്ങളും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.